ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ അടിപൊളിയായിട്ടുള്ളൊരു ഇലയുടെ തോരനാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ചേനയുടെ ഇല വെച്ചിട്ടുള്ള തോരനാണ്. അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചേന മാത്രമല്ല, ചേനയുടെ തണ്ടും ഇലയും ഒക്കെ നമുക്ക് ഉപയോഗപ്രദമാണ്. അതിന് വേണ്ടി കുറച്ച് തളിരില തന്നെ എടുത്തിരിക്കണം കേട്ടോ. നമ്മൾ കൂമ്പി വരുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായി കഴുകി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നന്നായി വാർന്നു പോവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണ ഏറ്റവും നല്ലതാണ്. വെള്ളം നല്ലാതെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ വേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയാണ്. നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് പാകത്തിനായതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ ചേനയുടെ ഇലയും തണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. പെട്ടെന്ന് ആയിക്കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. ചേനയുടെ തണ്ടും ഇലയും അതുപോലെ ചേനയൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യണതാണല്ലേ. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതിന് പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട്. അതുപോലെ നമ്മൾ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുതാക്കി ചിരവിയ തേങ്ങ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറയുക, ഒരുപാട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ആവശ്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചേനയില തോരനാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചേന എല്ലാ വീട്ടിലും അത്യാവശ്യമൊക്കെ ഉണ്ടാവും. വെള്ളമൊക്കെ നന്നായി വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ കഴുകിയപ്പോൾ തന്നെ കുറേ നേരം വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിരുന്നില്ല. അത് കാരണം കൂടുതൽ വെള്ളം ഇതിൽ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൽ പെട്ടെന്ന് വെള്ളം ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് നന്നായി ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി പടവലങ്ങയാണ്. പരിപ്പിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് അടിപൊളിയൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല. അതിന് ശേഷം കുറച്ച് കഷ്ണമീൻ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകും. കറിവേപ്പില നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ നല്ല ചൂടായതിന് ശേഷം കേട്ടോ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എന്നൊരു കുഞ്ഞു വീഡിയോയാണ്.
നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാമല്ലേ. നമ്മളെ പോലെ തന്നെ വിശപ്പും ദാഹവും ഉള്ള ചെറിയ ചെറിയ പക്ഷികളാണെങ്കിലും അവർ ഇര പിടിക്കണൊക്കെ കാണുമ്പോൾ നല്ലൊരു കൗതുകം തോന്നാറുണ്ടല്ലേ. ഉറുമ്പ്, എന്താ പറയുക, മണ്ണിര, ഇതൊക്കെ അവരിങ്ങനെ അവരുടെ ഭക്ഷണങ്ങളാണ് കേട്ടോ. ഒരു മിനിറ്റ് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.